ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശു നമുക്ക് ആര് എന്നുള്ള വിഷയമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയ ഒരു വാക്ക്, അന്ന് സന്ധ്യയായപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. ഉടനെ തന്നെ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം പുരുഷാരത്തെ വിട്ട് പടകിൽ കയറി യാത്രയായി. അന്ന് എന്നുള്ളതിനെ ഞാൻ കാണുന്നത് എൻഡ് ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെയോ പരിസമാപ്തി എന്നുള്ളതിനെ സൂചിപ്പിക്കുക. അതായത് വരുവാനിരിക്കുന്ന ഒരു സമയത്തെ അന്ന് സന്ധ്യയായപ്പോൾ എന്ന വാക്കുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയിൽ അങ്ങനെ അതിനെ കാണുകയാണ്. അപ്പോൾ ഏതാണ്ട് ലോകാവസാനം എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല ദുരന്തങ്ങളും പല അതിക്രമങ്ങളും നാം കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല സംഭവങ്ങളും അരങ്ങേറുമ്പോൾ ലോകാവസാനം എന്നുള്ള വാക്ക് ശരിയായി വരുന്നു എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത്, യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത് യേശുവിനോടൊപ്പം വിശ്വാസ ജീവിതമാകുന്ന പടകിൽ യാത്ര ചെയ്യുവാനാണ്. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഒന്ന്, പുരുഷാരത്തെ വിടുക. പുരുഷാരം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമുക്കുള്ള ചില ബന്ധങ്ങളാണ്, നാം ഉപേക്ഷിക്കേണ്ടിയ, വിട്ടുപോകേണ്ടിയ ചില കാര്യങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് 1-ാമത് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായം 10 മുതൽ 11 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ഏത്? നാം പിന്തുടരേണ്ടുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഒന്ന്, നാം വിട്ടുകളയേണ്ട ചില കാര്യങ്ങളുണ്ട്, നാം പിന്തുടരേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് യേശു ആരാണ്? ചിലർക്ക് യേശു ഒരു വിപ്ലവകാരിയാണ്, മറ്റു ചിലർക്ക് യേശു നല്ല ഒരു ഗുരുവാണ്. ചിലർക്ക് ഒരു വിപ്ലവകാരിയും മറ്റു ചിലർക്ക് ഒരു ഡോക്ടറും, മറ്റു ചിലർക്ക് ഒരു വ്യാജൻ കൂടിയാണ് യേശു. യേശു മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സംരക്ഷകനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ അവർ കാണുന്നു, ഒരു പോലീസുകാരനെ പോലെ കാണുന്നു. മറ്റു ചിലർക്ക് ദാതാവാണ്, എല്ലാം നൽകുന്നവനാണ്. നമുക്ക് യേശു ആരാണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമുക്ക് യേശു ആരാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം യേശു എൻ്റെ രക്ഷകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം യേശു എൻ്റെ സർവവുമാണ്. യേശു ലോകത്തിൻ്റെ രക്ഷകനാണ്. യേശു എനിക്കും നിങ്ങൾക്കും മറ്റെല്ലാ സൗഭാഗ്യങ്ങളും തരുന്നവൻ എന്നുള്ളതല്ല, നമ്മുടെയൊക്കെയും ജീവനെ വീണ്ടെടുത്ത, നമുക്ക് നിത്യജീവൻ നൽകിയ നമ്മുടെ രക്ഷകനാണ് എന്നുള്ളതാണ് നാം ഉൾക്കൊള്ളേണ്ടത്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യജീവനിലേക്ക് സ്വജീവൻ നൽകി വീണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പിതാവേ, ഞങ്ങളെ യേശുവിൽ ജീവിക്കുവാൻ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിനാൽ നൽകി സഹായിക്കണമേ.